ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഓണത്തിൻ്റെ അന്നത്തെ ഒരു മിനി വ്ളോഗാണ്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി. സംഭവം ഞാൻ പോസ്റ്റ് ചെയ്യാൻ മറന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് പോസ്റ്റ് ചെയ്യാൻ. ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് സാരി എടുത്തിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. എനിക്ക് സാരി എടുത്തിരുന്ന എൻ്റെ അനിയത്തിയായിരുന്നു. അപ്പോൾ ഓൾക്കാണെങ്കിൽ കോളേജ് ബസ് 8:09 വരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈച്ചിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് ബ്രഷിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ മുട്ടയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കടി കൂട്ടിയിട്ട് ചായ കുടിച്ചത്. അതിന് ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നൈസായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന്. എനിക്കിതുപോലെ സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് അതുപോലെ ചെറിയ ചെറിയ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ എന്തോ എൻ്റെ സ്കിന്നിന് കണ്ട് വലിയ ഇഷ്ടമുള്ളത്. ഞാൻ എപ്പോൾ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് ഇട്ടാണ് കുറച്ച് എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. ഞാൻ ഫസ്റ്റ് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. എൻ്റെ സ്കിന്നിന് നൈസായിട്ട് ഓയിൽ സ്കിൻ ആയതുകൊണ്ട് അതാണ് യൂസ് ചെയ്തത്. പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ഫേസസ് കാനഡയുടെ ആയിരുന്നു. അത് 3-in-1 ആണ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീനും ഫൗണ്ടേഷൻ 3 കൂടെ വരുന്നതാണ്. പിന്നെയുള്ള മസ്കാര ഞാൻ സ്റ്റുഡിയോ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഹൈലൈറ്റർ പോലെ എന്തോ വാങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നിപ്പോൾ വാങ്ങിയതായിരുന്നു. എനിക്ക് പെർഫ്യൂംസിൻ്റെ സ്മെല്ലാണ് പറ്റില്ല. ഞാൻ ഈ മറിയത്തിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യാറ്. ഇത് സംഭവം ഇപ്പാക്ക് കൊടുന്നു കൊടുത്തിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ റെഡിയാളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോയി. കോളേജിൽ പോകുന്ന വഴിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിയത് കോളേജിൽ ചേച്ചിയാണ് എനിക്ക് തലയിൽ വെച്ചെടുക്കുക ചെയ്ത്. സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഇനി മുല്ലപ്പൂവിൻ്റെ ഒരു കുറവ് വേണ്ട. പിന്നെ ഓണ പ്രോഗ്രാമിൻ്റെ തലേന്ന് ഞാൻ നല്ല നേരം വീട്ടിൽ കിടന്നിട്ടുണ്ട്. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കയ്യിൽ മെയിലാഞ്ചൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ടല്ലോ. പിന്നെ കോളേജിൽ വന്നിട്ടാണ് ഇട്ട്. എനിക്ക് വിരലിൻ്റെ തലപ്പിൽ മെയിലാഞ്ചി നല്ല ഇഷ്ടമാണ്. 2 ടൈമിൽ മെയിലാഞ്ചൊക്കെ ഇട്ട് പിന്നെ ബാനറൊക്കെ സെറ്റാക്കാൻ പോയി. പിന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോയി. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ബാനറൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഓരോ പ്രോഗ്രാമുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഫസ്റ്റ് ടീച്ചേഴ്സിൻ്റെ തിരുവാതിരയായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ പ്രോഗ്രാമുകളായിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ അന്ന് തന്നെ കോളേജിൽ CCTVയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫൺ വിത്ത് മാവേലി എന്നായിരുന്നു തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാവേലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തോന്നും. ഇല്ലെങ്കിൽ എന്താവും, ആഘോഷം വേണ്ടാന്ന് പറയും. പക്ഷേ ഇതുപോലെയൊക്കെ ഒരു മാസ്റ്റർ കിട്ടിയത് നല്ല കാര്യമാണ്, സന്തോഷം കേട്ടോ. അത് തമ്പുരാനോട് ദൈവത്തോട് നന്ദി പറയാം. അപ്പൊ മാഷേ പോകുമ്പോ അങ്ങനെ അവരോരോരുത്തരുടെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. പിന്നെ അവർക്ക് ചെറിയ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടാണ് അസ്ന. അവൾ അത്യാവശ്യം നന്നായി പാടും. അങ്ങനെ പാടിയിട്ട് ഓൾക്ക് കിട്ടിയതാണ് ഈ ഗിഫ്റ്റ് 2 ഗ്ലാസ്. ഞങ്ങളന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് റെമിൻ്റെ ഞങ്ങൾ 2 കൂടെ അങ്ങനെ ഫുഡ് വാങ്ങാൻ പോയി. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അവിടെ ശിങ്കാരിമേളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഈ തൃശ്ശൂര് കുന്നംകുളം റോഡ് നന്നാക്കാനായിട്ടാണ്. അധികാരികളോട് എന്തായാലും മാവേലി തന്നെ നേരിട്ട് പറയാം. പ്രിയപ്പെട്ട അധികാരികളെ, പിസാറ്റ് കോളേജിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റോഡ് ഒന്ന് റെഡിയാക്കി തരണം. അടുത്ത പ്രാവശ്യം എന്റെ സുന്ദരികളെയൊക്കെ ഒന്ന് കാണാൻ വരണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാവേലി പോയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.